Hello students. അപ്പൊ നമ്മൾ ഇന്ന് അക്കൗണ്ടൻസിയിലെ മൊഡ്യൂൾ 2 അല്ലെ, മൊഡ്യൂൾ 2 ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇനി മൊഡ്യൂൾ വൈസ് ആണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇപ്പൊ മൊഡ്യൂൾ 2 ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കമ്പ്യൂട്ടർ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അഡ്വാൻറ്റേജസ്, എന്താണ് കമ്പ്യൂട്ടറിന് അക്കൗണ്ടിങ്ങിലുള്ള റോള്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. എന്താണ് കമ്പ്യൂട്ടർ എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ. കമ്പ്യൂട്ടർ എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ആണ് അല്ലെ. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇറ്റ് ആക്സെപ്റ്റ് ഇൻപുട്ട്. ഇൻപുട്ടിന്റെ രൂപത്തിൽ ഡാറ്റാസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ടിന്റെ രൂപത്തിൽ നമുക്ക് എന്താണ് റിസൾട്ട് തരുന്ന ഒന്നാണ്. ഒരു ഡിവൈസ് ആണ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് എന്ത്? കമ്പ്യൂട്ടർ. അപ്പൊ നമ്മുടെ യൂണിറ്റ് നിങ്ങളുടെ പേജ് നമ്പർ 130 ആണ് വരുന്നത്. കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് കമ്പ്യൂട്ടർ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എക്സാമിന് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ ഈസ് എ ഡിവൈസ് ദാറ്റ് ആക്സെപ്റ്റ് ഡാറ്റ, സ്റ്റോഴ്സ് ഡാറ്റ, processes data and decide and retrieves the stored data as and when requires. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റകളെ ആക്സെപ്റ്റ് ചെയ്യുക, അത് സ്റ്റോർ ചെയ്ത് വെക്കുക, ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കുക, എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആവശ്യമുള്ള സമയത്ത് ആവശ്യക്കാർക്ക് അത് എന്ത് ചെയ്യുക? വിട്ടുകൊടുക്കുക, റിട്രീവ് ചെയ്യുക. ഇതാണ് കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ. ഇപ്പൊ നമ്മള് ഒരു ക്ലാസ്സിൽ, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെയുള്ള കുട്ടികളുടെ ഒരു മാർക്കിന്റെ ഒരു ലിസ്റ്റ് എനിക്ക് വേണം അല്ലെ. മാർക്കിന്റെ ലിസ്റ്റ് എന്ന് പറയുമ്പോ കുട്ടികളെ നെയിമും മാർക്കും. അപ്പോ ഒരുപാട് കുട്ടികളുണ്ട് അല്ലെ, ABCD. ഇവരുടെയൊക്കെ മാർക്കും നമുക്ക് എന്താണ് റെക്കോർഡ് ചെയ്യണം. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ഈസ് എ ഡിവൈസ് ദാറ്റ് ആക്സെപ്റ്റ് ഡാറ്റ, സ്റ്റോർ ഡാറ്റ, പ്രോസസ്സസ് ദ ഡാറ്റ and desires, retrieves the stored data as and when required. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ഈ സ്റ്റോർ ചെയ്ത് വെച്ച ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുള്ള സമയത്ത് റിട്രീവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് എക്സാമിന് വരിക. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചാലും ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചാലും ആൻസർ ഇതാണ് വരുന്നത്. ഒരു 5 ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്? സ്പീഡ്. നിങ്ങൾക്കറിയാലേ, നമ്മൾ മനുഷ്യന്മാരെക്കാളും എത്രയും പെട്ടെന്ന് അല്ലെ സ്പീഡിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും കുറെ നമ്പേഴ്സ് വന്നിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. പക്ഷെ കമ്പ്യൂട്ടർ എന്താ, പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റാസ് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റോറേജ്. നമ്മുടെ ഹ്യൂമൻ മെമ്മറി എന്ന് പറയുന്നത് ചെറുതാണ്. കമ്പ്യൂട്ടർ മെമ്മറി എന്താണ്? എത്ര വേണമെങ്കിലും അതിന് സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെ. കപ്പാസിറ്റിക്ക് അനുസരിച്ച് കമ്പ്യൂട്ടർ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അക്യുറസി. കമ്പ്യൂട്ടർ ചെയ്യുന്ന കാര്യങ്ങള് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നമുക്ക് തിരിച്ചു തരുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? അക്യുറേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അതാണ് അക്യുറസി. ദെൻ ഡെലിജൻസ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ. എന്താണ് ഡെലിജൻസ്? ഡെലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡെലിജൻസ് എന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കുന്നില്ല, അപ്പൊ എനിക്ക് എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? ടയർഡ്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അതായത് ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്തുണ്ടാവും? ടയർഡ്നെസ് ഉണ്ടാവും, റെസ്റ്റ് എടുക്കാൻ തോന്നും അല്ലെ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നും. പക്ഷെ കമ്പ്യൂട്ടറിന് ഇതൊന്നുമില്ല. ഡെലിജൻസ് എന്നാണ് ആ ഒരു മീനിങ്. ടയർഡ്നെസ് ഒന്നും ഇല്ലാതെ കമ്പ്യൂട്ടർ എത്ര നേരം വേണമെങ്കിലും, ചാർജ് ഉണ്ടെങ്കിൽ എത്ര അല്ലെ, ലാപ്പൊക്കെ ആണെങ്കിൽ ചാർജ് ഉണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അതിന് വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ലോകത്ത് എവിടെയുള്ള കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ത്രൂ ഇന്റർനെറ്റ് നമുക്ക് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് കമ്പ്യൂട്ടറിന്റെ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? സ്പീഡ്, സ്റ്റോറേജ്, അക്യുറസി,
ഇന്റലിജൻസ്, കമ്മ്യൂണിക്കേഷൻ. അപ്പൊ കമ്പ്യൂട്ടർ എന്താണ്, കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് ആണ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളില് എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത്, എന്തൊക്കെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ കമ്പോണൻസ്. ഫസ്റ്റ് വൺ, ഇൻപുട്ട് യൂണിറ്റ്, CPU, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻഫോർമേഷൻസിനെ ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഡിവൈസസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് കമ്പ്യൂട്ടറിലേക്ക് ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത്? നമ്മുടെ മൗസ് ഉപയോഗിച്ച്, പിന്നെ കീബോർഡ് അല്ലെ, കീബോർഡ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഇൻഫോർമേഷൻസ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. അപ്പൊ മൗസും കീബോർഡ് എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇനി CPU നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ മുതലേ പഠിക്കുന്നതാണ്. ഫുൾ ഫോം പഠിക്കണം. എന്താണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അതാണ് എന്ത്? CPU എന്ന് പറഞ്ഞാല് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ആണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. അതായത് മേജർ അരിത്തമാറ്റിക് കാൽക്കുലേഷൻസും ലോജിക്കൽ കാൽക്കുലേഷൻസും ഒക്കെ ചെയ്യുന്നത് എവിടെയാണ്? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ആയിട്ടുള്ള CPU-ലാണ്. CPU നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ അല്ലെ? കാണാത്ത ആരും തന്നെ ഇവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും CPU എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം. CPU-ന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ആണെന്നുള്ളതൊന്ന് പഠിച്ചു വെക്കാം. ലാസ്റ്റ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നമുക്ക് ഇൻഫോർമേഷൻ കമ്പ്യൂട്ടറിന്റെ അകത്ത് നിന്ന് നമുക്ക് യൂസേഴ്സിന് തരുന്ന ആ ഡിവൈസസിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, മെയിൻ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് മോണിറ്റർ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിൽ കാണുന്ന സ്ക്രീൻ ഉണ്ടല്ലോ, അതാണ് മോണിറ്റർ എന്ന് പറയുന്നത്. ദെൻ വേറൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ. ഓക്കെ, അപ്പൊ മോണിറ്റർ, പ്രിന്റർ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? എന്താണ് കമ്പ്യൂട്ടർ എന്ന് പഠിച്ചു, കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് പഠിച്ചു. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ലിമിറ്റേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉണ്ട്. അപ്പോ ഇവിടെ നിങ്ങളോട് ഈ ഒരു ചാപ്റ്ററിലൂടെ നിങ്ങളോട് പറയാൻ വെക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കമ്പ്യൂട്ടറിന്റെ ഇമ്പോർട്ടൻസ് അല്ല, കമ്പ്യൂട്ടർ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. റോൾ ഓഫ് കമ്പ്യൂട്ടർ ഇൻ അക്കൗണ്ടിങ്, അതാണ് നമുക്ക് ചോദിക്കാൻ പറ്റിയ ബെസ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ. എന്താണ് നമ്മുടെ അക്കൗണ്ടിങ്? നമ്മൾ അക്കൗണ്ടൻസി ആണല്ലോ പഠിക്കുന്നത്. അക്കൗണ്ടൻസിയിൽ കമ്പ്യൂട്ടറിന്റെ റോൾ എന്താണ്? Accurate accounting has been enhanced by the use of computers. The advanced technology involves various machines capable of performing different accounting functions. Now, maintaining accounting records became more convenient with the computerized accounting. Preparation of accounting. നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ട് അല്ലെ, അതായത് ടാലി പോലുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അക്കൗണ്ടിങ് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ടാലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ടാലി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. പിന്നെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് ടാലി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് ലാർജ് വോളിയം ഓഫ് ഡാറ്റാസ് ഒക്കെ വരുന്ന സമയത്ത്, ഒരു ദിവസം തന്നെ ഒരു കുറെ ട്രാൻസാക്ഷൻസ് ഒരു ബിസിനസ്സിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്ക് തെറ്റ് പറ്റാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് നമുക്കത് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടറിൽ ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ സെക്യൂരിറ്റി ഓഫ് അക്കൗണ്ടിങ് ഡാറ്റ ദാൻ അണ്ടർ ദ മാനുവൽ സിസ്റ്റം. മാനുവൽ സിസ്റ്റത്തിനുള്ളതിനേക്കാളും സെക്യൂരിറ്റി നമുക്ക് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. ഫ്ലെക്സിബിൾ റിപ്പോർട്ടിംഗ്, അതായത് ഫ്ലെക്സിബിൾ ആയിരിക്കും ഈ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പം വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനൊക്കെ ഫ്ലെക്സിബിൾ ആണ്. ഈസി റിപ്ലൈസ് ടു ക്വറീസ്, തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? റിപ്ലൈസ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഏതിൽ വരുന്നുണ്ട്? നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്. അപ്ഡേറ്റിംഗ് ഓഫ് റെക്കോർഡ്സ്, ടൈം സേവിങ്. നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നത് നമ്മൾ പേപ്പർ എടുക്കണം അല്ലെ, സ്കെയിൽ പെൻസിൽ വെച്ച് വരയ്ക്കണം, ലെഡ്ജർ, ജേർണല്, ട്രയൽ ബാലൻസ് ഇതൊക്കെ വരച്ച് വരുമ്പോഴത്തേക്കും ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ ഈ ടൈം കൺസ്യൂമിംഗ് എന്നൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്.
പിന്നെ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട് അല്ലെ. ഏതൊരു കാര്യത്തിനും നമുക്കറിയാം അതിന് മെറിറ്റും ഉണ്ടാവും ഡിമെറിറ്റും ഉണ്ടാവും. നമ്മളുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 134 ഇറ്റ് മേ ലെഡ് ടു ലോസ് ഓഫ് ഡാറ്റ. അതായത് നമ്മളുടെ കമ്പ്യൂട്ടർ എന്തെങ്കിലും വൈറസ് അറ്റാക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ഹാക്ക് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താണ് ലോസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അതായത് ഡാറ്റയ്ക്ക് ലോസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസസ് ഓഫ് ഡാറ്റ കറപ്ഷൻ ത്രൂ വൈറസ്, നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. വൈറസ് അറ്റാക്ക് അല്ലെ, കമ്പ്യൂട്ടറിന് വൈറസ് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മളുടെ ഡാറ്റാസിന് എന്ത് ചെയ്യും, അത് ഇല്ലാതാക്കും. റിക്വയേഴ്സ് ട്രെയിൻഡ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്. ഈ ടാലി കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ടാലി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതായത് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ, ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ സാധാരണക്കാർക്കും എന്താണ് അത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്, ഇതൊന്നും അറിയാതെ ഒരാള് നേരെ പോയി കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നിട്ട് ടാലി സോഫ്റ്റ്വെയർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റൂല. അപ്പൊ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതിന് ആവശ്യമാണ്. ബട്ട് മാനുവലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് സോഫ്റ്റ്വെയർസും. സോഫ്റ്റ്വെയർസിന്റെ ലിമിറ്റേഷൻസ് നമുക്ക് ഇതിനൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയാനുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു മൊഡ്യൂൾ 2 പറയാനുള്ളത്. മൊഡ്യൂൾ 2 ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ മൊഡ്യൂൾ 3 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിങ്ങളോട് പഠിക്കാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുന്നത് നിങ്ങളുടെ ബുക്ക് എടുക്കുക, അതിൽ കമ്പ്യൂട്ടർ എന്താന്നുള്ളത് പഠിക്കുക, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക, കമ്പോണൻസ് പഠിക്കുക, ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്തായാലും പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൂടാതെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടാവും, അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു വിടുക എക്സാമിന്റെ മുന്നേ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.